സാർ ഇപ്പോൾ പറഞ്ഞ പോലെ അതായത് ഇന്ത്യയിൽ തന്നെ ക്ലൗഡ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ആക്ച്വലി ഇന്ത്യക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ത്യക്കാരെ വിശ്വസിക്കാൻ പറ്റുമോന്ന് വെച്ചാൽ ഇന്ത്യക്കാര് ഇപ്പൊ ഏത് സിസ്റ്റം ആയാലും നോ സെക്യൂരിറ്റി ഈസ് അബ്സല്യൂട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞ എത്ര ലെവൽ സെക്യൂരിറ്റി കൊണ്ടുവന്നാലും ദർ ക്യാൻ ബി എ മൈന്യൂട്ട് ലൂപ്പ് ഹോൾ. ഹാർപ്പിക്കിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ 99% കീടാണുക്കൾ കഴിയുമ്പോൾ 2 കീടാണുക്കൾ ബാക്കി നിൽക്കുന്ന പറഞ്ഞാൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. അതുവഴി പലതും നടക്കാം. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ അതിനകത്ത് ഡാറ്റ ലീക്കേജ് പ്രിവെന്റ് ചെയ്യാനുള്ള സിസ്റ്റംസിനകത്ത് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ കൊണ്ടുവരുന്ന ഈ സർട്ടിഫിക്കേഷൻസ് ഇന്ത്യക്ക് പുറത്തേക്ക് പോകാതിരിക്കുക എന്നുള്ള, ഇന്ത്യയുടെ അകത്ത് എന്ത് സംഭവിക്കും എന്നുള്ള അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഗവൺമെന്റിന് ഈ ഡാറ്റ എടുക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. ഗവൺമെന്റിന് ഈ ഡാറ്റ എടുക്കാനുള്ള പ്രൊവിഷനും ഗവൺമെന്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടാകാം. ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു മൊബൈൽ സംഭാഷണം വേണമെങ്കിൽ അവർക്ക് ലൂപ്പ് ചെയ്ത് കേൾക്കാവുന്ന സംവിധാനങ്ങൾ നിലവിലുണ്ടല്ലോ. ആ രീതിയിൽ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പൊ പ്രൈവസിനെ അതൊക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ. എന്നാൽ നിയമപരമായ ഒരു ആവശ്യമുണ്ടെങ്കിൽ പോലീസിനോ ഗവൺമെന്റിനോ അത് എടുക്കാനുള്ള സംവിധാനങ്ങളും ഈ പറയുന്ന ക്യാമറകളുടെ അകത്തും ഇനി വരാനായിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി അത് ഗവൺമെന്റ് പറഞ്ഞിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിയമപരമായി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. പിന്നെ ഹാക്ക് ചെയ്തെടുക്കുന്നവർക്ക് അതിനുള്ള ഇത് എപ്പോഴും ഉണ്ട്. ആ ഒരു ഹാക്ക് പ്രൂഫ് ആക്കുക എന്ന് പറയുന്നതാണ് സൈബർ സെക്യൂരിറ്റി. നമ്മുടെ ഈ വെച്ചിരിക്കുന്ന ക്യാമറ എന്തുമാത്രം ഒരു പ്രൈവസി, അവിടുത്തെ ഡാറ്റ എന്തുമാത്രം സേഫ് ആകണം എന്നുള്ള ആവശ്യം അനുസരിച്ച് വേണം നമ്മൾ ഇതിനെ എന്തുമാത്രം സെക്യൂരിറ്റി ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. ആ സൈബർ സെക്യൂരിറ്റി ലെവലുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ അതിൻ്റെതായ കോസ്റ്റുകൾ വരും. ചിലത് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകൾ മുതൽ പല പല ലെവലിലേക്ക് പോകാൻ പറ്റും. അത് എന്താണെന്നുള്ളത് നമ്മുടെ ആ ഡാറ്റയുടെ സെക്യൂരിറ്റി എന്താണ്, അതിനകത്തുള്ള പ്രൈവസി ഇഷ്യൂസ് എന്താണെന്നുള്ള ബേസ് ചെയ്തിട്ട് നമ്മൾ അതിന് എത്ര കോസ്റ്റ് മുടക്കണം എന്നുള്ളതിനും കൂടി ബേസ് ചെയ്തിട്ടിരിക്കും. ഇവിടെ ഒരു മൊബൈലിന്റെ പാസ്വേഡ് അല്ലെങ്കിൽ മൊബൈലിൽ ഇതിലും കൂടുതൽ സേഫ്റ്റി ഉള്ള ഡാറ്റയാണല്ലോ ഉള്ളത്. അപ്പം നമ്മുടെ ഒരു മൊബൈലിന് എന്ത് സെക്യൂരിറ്റി ആണുള്ളത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്.